Hi all, greetings from Seal Academy. So 2025 എത്തിയപ്പോഴത്തേക്കും ഫാർമസി കൗൺസിൽ ഓവർസീസ് ഫാർമസിസ്റ്റിന് വേണ്ടി ഒരു മേജർ ചേഞ്ചാണ് അവരുടെ ക്വാളിഫയിങ് എക്സാമിൽ വരുത്തിയിരുന്നത്. പ്രീവിയസ്ലി ക്യാംസ് എന്നുള്ളൊരു എക്സാം ആയിരുന്നു, നോളജ് അസസ്മെൻറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ്. അത് ചേഞ്ച് ചെയ്ത് ഓവർസീസ് ഫാർമസിസ്റ്റ് റെഡിനെസ് അസസ്മെൻറ്റ് എന്നുള്ള ഒരു എക്സാമിലേക്കുള്ളൊരു ചേഞ്ച് വന്നു. സോ ഫസ്റ്റ് എക്സാം കണ്ടക്ട് ചെയ്തത് 2025 മാർച്ച് 3-4-5 ഡേയ്സിലായിരുന്നു. അതിൻ്റെ റിസൾട്ട് അബൌട്ട് 4 വീക്സ് കഴിഞ്ഞ് ഏപ്രിൽ 1-ാം തീയതി പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. സോ ക്യാംസ് എക്സാം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എക്സാമിലേക്ക് കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് എക്സാംസിൻ്റെ ചേഞ്ചസ് അല്ലെങ്കിൽ ന്യൂ എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്താണെന്ന് നോക്കാം. സോ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓവർസീസ് ഫാർമസിസ്റ്റ് റെഡിനെസ് അസസ്മെൻറ്റ് എക്സാം. സോ ഇത് ഓസ്ട്രേലിയൻ ഫാർമസി കൗൺസിലിൻ്റെ ക്വാളിഫിക്കേഷൻ ഈക്വലൻസിക്ക് വേണ്ടിയുള്ള ടെസ്റ്റ് തന്നെയാണ്. സോ അതിൽ 120 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു എക്സാമാണ് വരിക. ആ 120 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനഫ് ടൈം ഉണ്ട്. 2.5 hours എന്ന് പറയും. 2.5 hour എന്ന് പറയുമ്പോൾ അബൌട്ട് 150 മിനിറ്റ് ഉണ്ട്. അപ്പം നമുക്ക് മോർ ദാൻ 1 മിനിറ്റ് ഒരു ക്വസ്റ്റ്യന് കിട്ടും. അതുകൊണ്ട് തന്നെ എക്സാംസൊക്കെ പ്രീവിയസ്ലി ക്യാപ്സിൻ്റെ പേപ്പർ 2 വെച്ച് കമ്പയർ ചെയ്തുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഇനഫ് ടൈം ഉണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ റിസൾട്ടിൻ്റെ പാറ്റേണിലേക്ക് വരികയാണെങ്കിൽ നെക്സ്റ്റ് സ്ലൈഡിൽ ഓപ്പറയുടെ സിലബസ് നോക്കാം. സോ ഓപ്പറയുടെ സിലബസ് പോലെ തന്നെയാണ് അതിൻ്റെ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ കണ്ടൻറ്റ് ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ബയോമെഡിക്കൽ സയൻസസ് എന്നൊരു 20% ക്വസ്റ്റ്യൻ, മെഡിസിനൽ കെമിസ്ട്രി ആൻഡ് ബയോഫാർമസ്യൂട്ടിക്സ് എന്നൊരു 10% ക്വസ്റ്റ്യൻ, ഫാർമക്കോകൈനറ്റിക്സ് എന്നൊരു 10%, ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജി എന്നൊരു 15%, പിന്നെ തെറാപ്യൂട്ടിക്സ് എന്നൊരു 45% കവർ ചെയ്യുക. ഇനി നമുക്കൊരു റിസൾട്ട് സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ക്യാപ്സിൻ്റെയും ഓപ്പറയുടെയും തമ്മിലുള്ളൊരു റിസൾട്ടിലുള്ള ഡിഫറൻസ് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്യാപ്സ് എക്സാമിന് നമുക്ക് മെയിൻലി 2 പേപ്പർ ഉണ്ടായിരുന്നു, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. സോ ഇവിടെ ഈ അൺസക്സസ്ഫുൾ റിസൾട്ട് ഇട്ടേക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ ക്യാപ്സ് എക്സാമിൻ്റെ ടൈമിൽ നമ്മൾ കംപ്ലീറ്റ്ലി പാസ്സാകുകയാണെങ്കിൽ നമുക്ക് ഒരു റിസൾട്ട് അവർ തരില്ലായിരുന്നു. പാസ് എന്നുള്ളൊരു ഔട്ട്കം അല്ലാതെ അൺസക്സസ്ഫുൾ ക്യാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ ഈ പേപ്പർ 2 പേപ്പർ 1 ഏത് സബ്ജക്റ്റാണ് എന്താണ് എന്നുള്ളൊരു ഔട്ട്കം നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഒരു അൺസക്സസ്ഫുൾ റിസൾട്ട് നമ്മളെടുത്ത് ഇവിടെ ഇട്ടിരിക്കുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ പേപ്പർ 1 നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഫാർമക്കോളജി ആൻഡ് ഫിസിയോളജി എന്നുള്ള 2 പേപ്പറായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പ്രീവിയസ്ലി 30-70 എന്നുള്ളൊരു പാറ്റേണിലൊക്കെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഈച്ച് പാർട്ടിലും 50% വെച്ച് കവർ ചെയ്താൽ മാത്രമായിരുന്നു ഇവിടെ നമ്മൾ പാസ്സായിക്കൊണ്ടിരുന്നത്. ഇനി പേപ്പർ 2 നോക്കുകയാണെങ്കിൽ ഫാർമസ്യൂട്ടിക്സും ഫാർമക്കോ തെറാപ്യൂട്ടിക്സും. സോ ക്യാപ്സിൻ്റെ ഹിസ്റ്ററിയിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫെയിൽ ആയിക്കൊണ്ടിരുന്നത് ഈ പേപ്പർ 2 അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേപ്പർ 2 കാൽക്കുലേഷൻ പോർഷൻസ് ഒക്കെ വരുന്നത്. അപ്പം കാൽക്കുലേഷൻസ് ഒരു മേജർ ഫാക്ടറായിരുന്നു പാസ് റിസൾട്ടിന് വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഓപ്പറയിലേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്പറയിൽ വന്ന ചേഞ്ച് എന്ന് പറയുന്നത് അവർ മെയിൻലി ഒരു പേപ്പർ 1 പേപ്പർ 2 ഒന്നുമില്ല, 120 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഒറ്റ പേപ്പറാണുള്ളത്. അതിൽ 108 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വേണ്ടിയിട്ട് എടുക്കുക. സോ അതിൽ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് 20% വരുന്നത് ബയോമെഡിക്കൽ സയൻസസ് ആണ്. അപ്പോൾ 20% അബൌട്ട് 20 ക്വസ്റ്റ്യൻസ് വരും. അതിൽ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്താൽ നമ്മൾ അത് ക്ലിയർ ആകും. ദെൻ നെക്സ്റ്റ് വരുന്നത് മെഡിസിനൽ കെമിസ്ട്രി ആൻഡ് ബയോഫാർമസ്യൂട്ടിക്സ് ആണ്. അത് 10%, ഫാർമക്കോകൈനറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് 10%, പിന്നെ ഫാർമക്കോളജി വരുന്നത് ആൻഡ് ടോക്സിക്കോളജി 15%, പിന്നെ തെറാപ്യൂട്ടിക്സ് ആൻഡ് പേഷ്യൻ്റ് കെയർ. സോ ഈ തെറാപ്യൂട്ടിക്സ് ആൻഡ് പേഷ്യൻ്റ് കെയറിൻ്റെ സിലബസിൽ നമ്മൾ ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ഇവരതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് സെൻറ്റൻസിൽ നിന്ന് തന്നെ പറയുന്നത് തന്നെ ഈ ബാക്കി എല്ലാ കണ്ടൻസും എങ്ങനെ പേഷ്യൻ്റ് കെയറിലേക്ക് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക്സിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ്. അപ്പോൾ ഈ 45% വരുന്ന ഈ തെറാപ്യൂട്ടിക്സ് ആൻഡ് പേഷ്യൻ്റ് കെയർ ആണ് ഒരു കാൻഡിഡേറ്റ് എക്സാം ക്ലിയർ ആയോ ഇല്ലയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കണം, ഏറ്റവും കൂടുതൽ പഠിക്കണം എന്താണ് ഈ തെറാപ്യൂട്ടിക്സ് ആൻഡ് പേഷ്യൻ്റ് കെയർ, അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാനായിട്ടാണ്. നമ്മൾ മുമ്പിലേക്ക് പോകുമ്പോൾ കുറേ റിസൾട്ടുകൾ അനലൈസ് ചെയ്യും. അതിൽ എല്ലാ ഫെയിൽ അയക്കുന്ന കാൻഡിഡേറ്റ്സ് എല്ലാം ഈ തെറാപ്യൂട്ടിക്സ് ആൻഡ് പേഷ്യൻ്റ് കെയറിൽ ഫെയിൽ അയക്കുന്നവർ തന്നെയാണ്. സോ ഇതാണൊരു എക്സാമും ക്യാപ്സ് എക്സാമും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുക. ഇതാണ് നമ്മുടെ 2025 മാർച്ചിലെ എക്സാമിൻ്റെ റിസൾട്ട്. സോ കൺഗ്രാജുലേഷൻസ് ടു ഓൾ 30 കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ക്ലിയർഡ് ഫ്രം സീൽ അക്കാഡമി. അതുപോലെ തന്നെ ഈ 2025 പാസ്സായ എല്ലാ കുട്ടികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. സീൽ അക്കാഡമിയിൽ മാത്രമല്ല അതിന് പുറത്ത് പഠിച്ച് പാസ്സായ കുട്ടികളെയും അഭിനന്ദിക്കുകയാണ്. സോ നമ്മുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം 32 കാൻഡിഡേറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 30 പേര് പാസ്സായിട്ടുണ്ട്. സോ 2 പേർക്ക് മാത്രം അൺഫോർച്ചുനേറ്റ്ലി ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഇതാണ് അവരുടെ ഒരു 32 പേരുടെയും ഫോട്ടോ എന്ന് പറയുക. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പെർസെൻറ്റേജ് കൺവേർഷനിലേക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് ഇതുപോലെയൊരു ഗ്രാഫ് ആയിരിക്കും അല്ലെങ്കിൽ ഇതുപോലെയൊരു ഡയഗ്രാം ആയിരിക്കും, ഒരു ബാർ ചാർട്ട് ആയിരിക്കും എന്തിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, നിങ്ങളുടെ റിസൾട്ടിൻ്റെ പേജിൽ കിട്ടിയിരിക്കുന്നത്. സോ അത് പാസ്സായാലും ഫെയിൽ ആയതാണെങ്കിലും ഇതുപോലെയൊരു
ബാർ ഡയഗ്രാം ഉണ്ടാകും, അതിനകത്തൊരു ഡോട്ടും ഉണ്ടാകും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ ടാബിലോ ഈ ഇമേജ് എടുത്ത് വെക്കുക. ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ ലെങ്തിൽ വരുന്ന ഒരു സ്കെയിലിനോട് ഈക്വലൻ്റ് ആക്കി എടുത്ത് വെക്കുക. അതിനുശേഷം എന്നിട്ട് അതിന് പാരലായിട്ട് ഏകദേശം ഇതിപ്പോൾ ഈ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഒരു 6.8 സെൻറ്റിമീറ്ററിലാണ് ഇത് വന്നിരിക്കുക. അപ്പം ഏകദേശം വരിക ഇത് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? ഒരു 68% ആയിരിക്കും എന്ത് നിങ്ങളുടെ ഓപ്പറയുടെ സ്കോർ എന്ന് പറയാം. പ്രീവിയസ്ലി ക്യാപ്സിൻ്റെ സമയത്ത് നമുക്ക് ഇതിൻ്റെ സ്കോർ അറിയാൻ ഒരു മാർഗ്ഗമില്ലായിരുന്നു. നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടി? ഇതിപ്പോൾ ഈ ഒരു ഡോട്ടിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഔട്ട് ഓഫ് 100 നമുക്ക് 68% ആണ് കിട്ടിയിരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ 68% മാർക്കാണ് നമ്മൾ സ്കോർ ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. സോ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാം. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇനിയിപ്പം ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ എംപ്ലോയേഴ്സിനാണെങ്കിലും ഇതിൻ്റെ ഒരു സ്കോറോ അല്ലെങ്കിൽ ഇതിൽ കിട്ടിയേക്കുന്ന ഒരു പാസ് പെർസെൻറ്റേജോ ഒക്കെ വെച്ചിട്ട് അവർക്കും സ്ക്രൂട്ടിനി ചെയ്യുന്ന ക്യാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് എന്ത് പറയുക എന്ന് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഒരു റിസൾട്ട് അനാലിസിസിലേക്ക് നോക്കാം. നമ്മൾക്ക് ഇവിടെ കിട്ടിയേക്കുന്ന ഈ 30 കുട്ടികളുടെയും റിസൾട്ട് നമ്മൾ 4 ഗ്രൂപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ നമുക്കത് ഡീപ്പായിട്ട് നെക്സ്റ്റ് സ്ലൈഡുകളിൽ നോക്കാം. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് ബിയിൽ തന്നെ ടൈപ്പ് 1, ടൈപ്പ് 2 എന്ന് പറഞ്ഞിട്ട് 2 ഗ്രൂപ്പായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഗ്രൂപ്പ് സി ആൻഡ് ഗ്രൂപ്പ് ഡി, ഇങ്ങനെ 4 ഗ്രൂപ്പും ആ സെക്കൻഡ് ഗ്രൂപ്പിൽ 2 സബ് ക്ലാസ്സുമായിട്ടാണ് നമ്മളിവരെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എബൌട്ട് നമുക്ക് എത്ര ക്യാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു ഗ്രൂപ്പ് 1-ൽ? ഓക്കെ, അറൗണ്ട് 19 ക്യാൻഡിഡേറ്റ്സ് ആയിരുന്നു നമുക്ക് ഈ ഗ്രൂപ്പ് 1-ലുണ്ടായിരുന്നത്. ഈ 19 ക്യാൻഡിഡേറ്റ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അവർ എല്ലാ എക്സാംസും ക്ലിയർ ചെയ്തവരാണ്. സോ ഈ ബയോമെഡിക്കൽ സയൻസസിലും മെഡിസിനൽ കെമിസ്ട്രി, ഫാർമക്കോകൈനറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്, ഫാർമക്കോളജി, ടോക്സിക്കോളജി, തെറാപ്യൂട്ടിക്സ് ആൻഡ് പേഷ്യൻ്റ് കെയർ, ഇങ്ങനെ എല്ലാ പേപ്പറും ക്ലിയർ ചെയ്തവരാണ് ഈ ഗ്രൂപ്പ് 1-ലുള്ള 19 ക്യാൻഡിഡേറ്റ്സ് എന്ന് പറയാം. സോ അവരുടെ ഒരു പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഒരു 75.6% മുതൽ 60% വരെയുള്ള ക്യാൻഡിഡേറ്റ്സ് നമുക്കുണ്ട്. 75 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്കോറാണ്. നമുക്കിപ്പം ബി ഫാമിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും ഒരു ഡിസ്റ്റിങ്ഷൻ സ്കോറിൽ വരുന്നതാണ് ഈ 75%. എബവ് 70 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഔട്ട് ഓഫ് 100-ൽ ഒരു 80-85 ക്ലിയർ ചെയ്തവരായിരിക്കും ഈ എബവ് 70 വരുന്ന കുട്ടികളെന്ന് പറയാം, സ്കോർ കിട്ടുന്ന കുട്ടികളെന്ന് പറയാം. ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് പോകാം. സെക്കൻഡ് ഗ്രൂപ്പ് എഗെയിൻ നമ്മൾ ഈ ഗ്രൂപ്പ് ബിയിൽ തന്നെ നമുക്ക് 2 ടൈപ്പ് ക്യാൻഡിഡേറ്റ്സ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഈ ഫസ്റ്റ് ക്യാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിനൽ കെമിസ്ട്രിയും ബയോ ഫാർമസ്യൂട്ടിക്സും മാത്രം പോയവരെയാണ് നമ്മൾ ടൈപ്പ് 1-ലാക്കിയിരിക്കുന്നത്. അങ്ങനെ 2 ക്യാൻഡിഡേറ്റ്സ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. സോ ഈ 5 സബ്ജക്റ്റുകളിൽ മെഡിസിനൽ കെമിസ്ട്രിയും ബയോ ഫാർമസ്യൂട്ടിക്സും ഈ 2 സബ്ജക്റ്റിന് മാത്രം ഡിഡിൻറ്റ് മെറ്റ് ദ സ്റ്റാൻഡേർഡ്. സോ ആ സ്റ്റാൻഡേർഡ് ആയത് അതിന് മാത്രം ഇനഫ് സ്കോർ കിട്ടിയിട്ടില്ല, ബാക്കി 4 കിട്ടിയിട്ടുണ്ട്. അവരും പാസ്സാണ്. ഔട്ട് ഓഫ് 100-ൽ അവർക്ക് എത്രയുണ്ട്? എബവ് 50% സ്കോർ ചെയ്തേക്കുന്നവരാണ്. സോ പാസ്സായേക്കുന്നതെന്ന് പറയുക. സോ അതിൽ ടൈപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? മെഡിസിനൽ കെമിസ്ട്രിയും ബയോ ഫാർമസ്യൂട്ടിക്സും മാത്രം പോയവർ. അങ്ങനെ 2 ക്യാൻഡിഡേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഫാർമക്കോകൈനറ്റിക്സ് ആൻഡ് ഫാർമക്കോ ഡൈനാമിക്സിൽ പോയേക്കുന്നതാണ്. സോ ഫാർമക്കോകൈനറ്റിക്സ് ഡൈനാമിക്സ് നിങ്ങൾക്ക് അറിയാം, അതിനകത്ത് കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസും കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ്. സോ ആ ഒരു പേപ്പർ മാത്രം പോയേക്കുന്നവർ നമുക്ക് എത്ര പേരുണ്ട്? 2, 4, 6, 8 പേരാണ് ഉള്ളത്. സോ ഈ 8 പേരിലും ഏകദേശം 69, അറൗണ്ട് 70% കിട്ടിയ ആൾക്കും എന്തില്ല, ഈ കൈനറ്റിക്സ് ഡൈനാമിക്സ് പോയവരുണ്ട്. അപ്പം അവരുടെ ബാക്കി സബ്ജക്റ്റിലെ സ്കോർ എന്നൊക്കെ പറയുന്നത് എബവ് 80-85 ആയിരിക്കും. സോ ഇത്രയും സ്കോർ ചെയ്ത കുട്ടികളാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ടൈപ്പ് 1 ഇതൊന്ന് ഡീപ്പായിട്ട് നോക്കാം. സോ ഇത് നമുക്ക് 2 ക്യാൻഡിഡേറ്റ്സ് ആണുള്ളത്. ഏത് പോയത്? മെഡിസിൻ കെമിസ്ട്രി, ഫാർമസ്യൂട്ടിക്സ് കിട്ടാത്തവർ. ബട്ട് സ്റ്റിൽ ഇവരെന്താണ്? ഓപ്പറ എക്സാം പാസ്സാണ്, ഇവർ എലിജിബിൾ ആണ്. ഹോസ്പിറ്റൽ ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനും അവിടെ പോയി ഇന്റേൺഷിപ്പ് ചെയ്യാനും ഒക്കെ എലിജിബിൾ ആയിട്ടുള്ള ക്യാൻഡിഡേറ്റ്സ് ആണ് ഇവർ. ഈ 2 ക്യാൻഡിഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ എന്താ, ഇവർക്ക് മെഡിസിൻ കെമിസ്ട്രി, ബയോ ഫാർമസ്യൂട്ടിക്സ് മാത്രമാണ്, എങ്കിലും ഇവരുടെ റിസൾട്ട് പാസ്സാണ്. ഇനി നെക്സ്റ്റ് ഒരു ടൈപ്പ് ബിയിലേക്ക് പോവുകയാണെങ്കിൽ, ഗ്രൂപ്പ് ബി ടൈപ്പ് 2-ലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് ഫാർമക്കോ കൈനറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് ക്ലിയർ ചെയ്യാത്തവരാണ്. ബാക്കി എല്ലാ സബ്ജക്ട്സും കിട്ടി. അതാണ് ഏറ്റവും കൂടുതലുള്ളത്. 2, 4, 6, 8 കുട്ടികളാണ് നമുക്ക് ഏതിലുള്ളത്? ഈ ഫാർമക്കോ കൈനറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് ക്ലിയർ ആകാത്ത കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 8 പേരാണ് വരിക. സോ ഈ 8 പേരിലും എന്താണ്, ഇവർക്കും കൈനറ്റിക്സ് ഡൈനാമിക്സ് പോയാലും ബാക്കി എല്ലാ സബ്ജക്റ്റിലും നല്ല സ്കോറുണ്ട്. ഈവൻ മെഡിസിനൽ കെമിസ്ട്രിയിലും ഫാർമക്കോളജി, ടോക്സിക്കോളജിയിലും ബയോമെഡിക്കൽ സയൻസസിലും ഒക്കെ നല്ല സ്കോറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരും എന്താണ്, നെക്സ്റ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനും ആപ്ര രജിസ്ട്രേഷൻ ചെയ്യാനും ഒക്കെ ഇവരും എലിജിബിൾ ആയിട്ടുള്ള ക്യാൻഡിഡേറ്റ്സ് തന്നെയാണ്. ഇതാണ് ഗ്രൂപ്പ് ബി. ഇനി ഗ്രൂപ്പ് സിയിലേക്ക് നോക്കുകയാണെങ്കിൽ പാസ് 3 സബ്ജക്ട്സ് മെറ്റ് ദ സ്റ്റാൻഡേർഡ്. സോ ഇവർക്ക് 3 സബ്ജക്റ്റ് ക്ലിയർ ആണ്, ബട്ട് 2 സബ്ജക്റ്റ് പോയി. അങ്ങനെ ഒരൊറ്റ ക്യാൻഡിഡേറ്റ് മാത്രമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇവർക്ക് ഫാർമക്കോ ഡൈനാമിക്സ് ആൻഡ് കൈനറ്റിക്സിലും ഫാർമക്കോളജി, ടോക്സിക്കോളജിയിലും എന്താണ് സ്റ്റാൻഡേർഡ് മെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 57.6 സ്കോർ ഉണ്ട്. ബട്ട് സ്റ്റിൽ
ഈ കാൻഡിഡേറ്റും എന്താണ് ഓപ്പറ ക്ലിയർ ആയ കാൻഡിഡേറ്റ് ആണ്. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെസ്റ്റേൺ ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ അപ്ലൈ അല്ലെങ്കിൽ ആപ്ര രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാം. ഫർദർ ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സ്കോർ തന്നെയാണിത്. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 57നേക്കാൾ താഴെ എല്ലാ സബ്ജക്റ്റും ക്ലിയർ ആയ ആളുകളുണ്ടായിരുന്നു. ഈ 5 സബ്ജക്റ്റും സ്റ്റാൻഡേർഡ് സോ അപ്പോൾ ബാക്കി സബ്ജക്റ്റുകളിൽ കൂടുതൽ സ്കോർ കിട്ടേണ്ടത് തന്നെ ആയിരിക്കണം എന്ത് ഈ ഗ്രൂപ്പ് സിയിലുള്ള ഈ കാൻഡിഡേറ്റ് എക്സാം പാസ്സായത്. ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് 2 ഫെയിൽ റിസൾട്ടുകളാണ്, അൺസക്സസ്ഫുൾ റിസൾട്ടുകളാണ്. സോ ഈ അൺസക്സസ്ഫുൾ റിസൾട്ട് 2 നോക്കി ബിലോ 50% ആണ് എന്ത് ഇവരുടെ സ്കോർ വന്നേക്കുന്നത്. ഫസ്റ്റ് ക്യാൻഡിഡേറ്റിന് 44.8%, സെക്കൻഡ് ക്യാൻഡിഡേറ്റിന് 41%മാണ് സ്കോർ വന്നേക്കുന്നത്. സോ ഇവരുടെ റിസൾട്ടിൽ നോക്കുകയാണെങ്കിൽ ഇവർ 2 പേരും ഏതിലാണ്? തെറാപ്യൂട്ടിക്സ് ആൻഡ് പേഷ്യൻ്റ് കെയറിൽ ഫെയിൽ ആയവരാണ്. സോ എബൌട്ട് 45% കവർ ചെയ്യുന്ന എന്താണ്? തെറാപ്യൂട്ടിക്സ് ആൻഡ് പേഷ്യൻ്റ് കെയർ ആണ്. അപ്പം ഈ തെറാപ്യൂട്ടിക്സ് ആൻഡ് പേഷ്യൻ്റ് കെയർ എന്താ പറയുക സ്റ്റാൻഡേർഡ് മിറ്റ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ 55% അല്ലെങ്കിൽ ഈ 50% എബോവ് പോകാൻ പാടായിരിക്കും. കാരണം ഈ 45 കഴിഞ്ഞ് ബാക്കി 55% ക്വസ്റ്റ്യൻസ് മാത്രമേ ഏതിൽ വരുന്നുള്ളൂ? ഈ ബാക്കി എല്ലാം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് നോക്കിയാലും 55% ക്വസ്റ്റ്യൻസ് മാത്രമേ വരുന്നുള്ളൂ. 45% വരുന്ന ഏതിനാണ്? തെറാപ്യൂട്ടിക്സ് ആൻഡ് പേഷ്യൻ്റ് കെയറിലാണ്. അപ്പം ഈ തെറാപ്യൂട്ടിക്സ് ആൻഡ് പേഷ്യൻ്റ് കെയർ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയാൽ മാത്രമാണ് എന്ത് നമുക്ക് ഈ ഓപ്പറ എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്കൊരു റിസൾട്ടിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറയും. അപ്പോൾ നമ്മളിത് മൊത്തത്തിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ സബ്ജക്റ്റും ക്ലിയർ ചെയ്യാൻ നോക്കണം. സോ ഈ എല്ലാ സബ്ജക്റ്റും ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ നേരത്തെ ക്യാപ്സ് എക്സാം ആണെങ്കിൽ ജസ്റ്റ് എക്സാം പാസ് ഓർ ഫെയിൽ എന്നുള്ളൊരു ഔട്ട്ലൈൻ മാത്രമേ നമുക്ക് കിട്ടാനുള്ളായിരുന്നു. ബട്ട് ഇപ്പോൾ ഓപ്പറ എക്സാം വന്നപ്പോഴത്തേനും ഓരോ സബ്ജക്റ്റിനും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഏത് സബ്ജക്റ്റിലാണ് വീക്ക്, ഏത് സബ്ജക്റ്റിലാണ് സ്ട്രോങ് എന്നുള്ളത് അവർക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എംപ്ലോയർക്കാണെങ്കിലും ഫ്യൂച്ചറിലേക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് കൂടുതൽ പേഷ്യൻ്റ് കെയർ ആൻഡ് തെറാപ്യൂട്ടിക്സിൽ ഫോക്കസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ എക്സാം ക്ലിയർ ആവുള്ളൂ. അപ്പം നിങ്ങൾ ഇനി പുതിയതായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് തെറാപ്യൂട്ടിക്സ് ആൻഡ് പേഷ്യൻ്റ് കെയറിൽ കൂടുതൽ സ്കോർ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം. എങ്കിലായിരിക്കണം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓപ്പറ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.